കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കാം. കാരണം ഞാനിപ്പം നല്ല തിരക്കിലാണ്. കാരണം കുറേ ജോലികൾ ആവശ്യമില്ലാതെ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് പുതുതായിട്ട്. കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെയും പദ്ധതികളെയൊക്കെ കുറിച്ചൊരു സർവേ ഉണ്ടായിരുന്നു, അഭിപ്രായ നിർദ്ദേശ സർവേ. അപ്പം നമ്മുടെ മെമ്പർ ആണ് എന്നോട് റിക്വസ്റ്റായിട്ടാണ് പറഞ്ഞത് ലാസ്റ്റ്. അപ്പം അതൊന്ന് ചെയ്ത് കൊടുക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഞാനും ഇവിടെ അടുത്തുള്ളൊരു കുട്ടിയായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇത്തിരി സമയം ഫ്രീ ആകുന്ന ആ സമയം ഫുള്ള് അങ്ങനെ പോകും. അപ്പം നമ്മൾ രാവിലെ ഉണർന്ന് നമ്മൾ ഉറങ്ങിപ്പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരെ നല്ല തിരക്കാണ്. എൻ്റെ ഫോണൊക്കെ പെട്ടെന്ന് ചാർജ് അങ്ങ് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുത്തിയിട്ട് നമ്മൾ ആ ഒരു കുറച്ച് ചാർജ് കയറട്ടെ എന്ന് പറയാനായിട്ട് മാറ്റി വയ്ക്കുന്ന ടൈം പോലും. അപ്പം കുറേയധികം ബിസിയാണ്. ഈ മാർച്ച് ആയതുകൊണ്ട് അതിൻ്റെ തിരക്ക്. പിന്നെ പുതുതായിട്ടിപ്പം ഇൻഷുറൻസിൻ്റെയും കൂടെ ചെയ്യുന്നുണ്ട് ഞാൻ. നിവ ബൂപ്പയാണ് എൻ്റെ കമ്പനി. അപ്പം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഞാൻ പോയപ്പോൾ എനിക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അതായത് എനിക്ക് ഉണ്ടായ കുറേ ഫീലിങ്സുകളൊക്കെ ഉണ്ട്. ഫീലിങ്സ് എന്ന് വെച്ചാൽ വളരെ വിഷമം തോന്നുന്ന ഒരു, അതിൽ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ ചെന്നപ്പോൾ മിക്കവാറും ഇവിടുന്ന് നിന്ന് കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ ഒരുപാട് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഉള്ളിലോട്ട് കയറി ഇങ്ങനെ ഓരോ വീടിനെയും കണക്ട് ചെയ്ത് വീടുകളിലേക്ക് പോകാമെന്ന്. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു ഏരിയ കൂടുതലുണ്ട്. ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു ചെറിയ വീടുകൾ, നല്ല ഭംഗിയാണ്. പക്ഷേ വീടുകളാണ് അത്യാവശ്യം ചുറ്റുപാടൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയെന്ന് വെച്ചാൽ ഈ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നല്ലൊരു മഴ പെയ്താൽ മുറ്റത്ത് മുഴുവൻ വെള്ളമാണ് അങ്ങനെ. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു അച്ഛനും അമ്മയും മാത്രമാണ്. പ്രായമുള്ള അച്ഛനും അമ്മയാണ്. അപ്പം അമ്മ വാതുക്കെ നിൽപ്പുണ്ട്. അപ്പം അച്ഛനപ്പുറത്തെ അടുക്കളയുടെ ഭാഗത്ത് എന്തോ ചെയ്യും. എനിക്ക് തോന്നുന്നു വെള്ളം ചൂടാക്കുകയായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിളിച്ച ഉടനെ ഈ അമ്മ ഉടനെ ആ അമ്മയുടെ ഭർത്താവിനെ വിളിച്ചു. ദേ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞിട്ട് ആ ഡയലോഗൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. ദേ ഇങ്ങോട്ടൊന്ന് വന്നേ ആ വിളിയും. അപ്പോൾ ഉടനെ ചിലരാണെങ്കിൽ എന്തോ നാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദേഷ്യത്തോടു കൂടിയൊക്കെ സമീപിക്കും. പക്ഷെ ആ അച്ഛൻ സാധനത്തിൽ വന്ന് അപ്പം നമ്മളെ കണ്ട് ഞാൻ പറഞ്ഞൊരു അഭിപ്രായ സർവേ ആണ്. അപ്പോൾ എനിക്കിങ്ങനെ ഇത്തിരി പ്രായമുള്ള ആളുകളെയും ചിലരുടെ മുഖത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മളോട് നല്ലൊരു സ്നേഹം ബഹുമാനത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത്. അപ്പം ഇരിക്കാം. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഇത്തിരി നേരത്തെ കാര്യമുള്ളൂ. എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്? ഞാൻ ഇങ്ങനെയുള്ള, നമുക്ക് കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നതോട് ഞാൻ ഇങ്ങനെ തന്നെ, എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്? ഗവൺമെൻറ്റിനോട് എന്തെങ്കിലും കിട്ടണോ? നമുക്ക് കിട്ടുന്നില്ല, എന്തെങ്കിലും പരാതിയോ പരിഭവമൊക്കെ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോണം. അതൊക്കെ ഞാൻ ഫോണിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പറ എന്ന് പറഞ്ഞു. അപ്പം വീട് ഇത്തിരി മോശാവസ്ഥയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് അവിടുത്തെ സാഹചര്യം കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ ഈ വീട്ടിൽ? ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ വേറെ ആൾക്കാർ? ഈ വാർഡിലുള്ള എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാനും ഇപ്പോൾ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരുടെ മുഖത്തൊരു ചിരി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, വേറെ ആരുമില്ല? അപ്പോൾ മനസ്സിലായില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഓക്കെ. ഞാൻ പറഞ്ഞ അപ്പം ഞാൻ ചോദിച്ച് എന്താണ് അപ്പം നമുക്ക് അവർ നടന്നു പോകും. അപ്പം ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ? തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വരുമാനം പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ പകൽ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അവിടെ പോകുന്നില്ല. കാരണം അവർക്ക് പോകാനും ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് അധികം ദൂരമുണ്ട്. ഇപ്പം നമ്മുടെ പകൽ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമാണ് ഇവരുടെ വീട്ടിലേക്ക്. അപ്പോൾ അവർക്കത് സാധ്യമല്ല. പിന്നെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ വരാറില്ല, തിരക്കാറുണ്ടോ മെമ്പർ വരാൻ? അപ്പം മെമ്പർ വന്നിട്ടില്ല. പക്ഷേ എല്ലാവരും ചോദിക്കാറും തിരക്കാറൊക്കെ ഉണ്ട്. മരുന്ന് മേടിക്കാൻ പോകാറുണ്ടോ? ഉണ്ട്, അവിടുന്ന് മരുന്നൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കപ്പം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ മറ്റാരും ഇല്ല. ഒരുപക്ഷെ ബന്ധുക്കളൊക്കെ വരുമായിരിക്കാം. അപ്പം വേറെ ആരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട് താനും. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പിന്നെ അതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്തു, പേരും വീട്ടുപേരും കാര്യങ്ങളൊക്കെ എഴുതി എല്ലാം വെച്ചു. കാരണം എനിക്ക് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതെല്ലാം ഞാൻ വിശദമായിട്ട് ചോദിച്ചു. കാരണം എനിക്ക് വഴിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അപ്പം വീട്ടുപേരും വീട്ടിലുള്ളവരുടെയൊക്കെ പേരും എത്ര പേരുണ്ട് അതെല്ലാം ഞാൻ എഴുതി വയ്ക്കും. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ അന്ന് തന്നെ ഞാൻ മെമ്പറിനോട് പറഞ്ഞു. അതെന്ന് പറയുന്നത് ചെറിയൊരു ഇടവഴിയാണ്. അപ്പം ഇടവഴിയിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടപ്പാത എന്ന് പറയുന്നത് ഇത്ര അടി വഴി കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുന്ന വഴിയുടെ ഒരു സൈഡിൽ മതിലും ഒരു സൈഡിൽ വേലിയാണ്. വേലി ഇങ്ങനെ അവർ കെട്ടി വച്ചേക്കുന്നു, അത് ഇച്ചിരി അകലമുണ്ട്. പക്ഷേ ഈ വേലിക്കകത്ത് നിൽക്കുന്ന മരങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് ചരിഞ്ഞിട്ട് നമ്മളൊന്ന് സൈക്കിളിൽ ഇരുന്ന് ചവിട്ടിപ്പോയാൽ നേരെ നമ്മുടെ തലേന്ന് വലിയൊരു മരത്തിലിരിക്കും. മനസ്സിലായോ? ജസ്റ്റ് നമ്മൾ നടന്നു പോകുന്നവർക്ക് നമുക്ക് എന്നാലും ഒരു പേടി വരും, തല മുട്ടുപോകുന്നു. അപ്പോൾ ഇച്ചിരി ചരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പോകാം. അങ്ങനെ 1-2 മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ, അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ വീട് കൂടാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളത് അത് ഒരുപാട് തവണ ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ അവർ ചെയ്യില്ല. ഞാൻ നോക്കിയപ്പം വലിയ ഫലങ്ങളൊന്നും നൽകുന്ന മരങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തോ ഒരു പാഴ്മരം അതിങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അത് തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നതിനുള്ളൊരു തടസ്സമാണ്. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ രാത്രിയിലൊക്കെ അറിയാതൊക്കെ ഈ വെട്ടമൊന്നുമില്ല, ഒരാളും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ചരിഞ്ഞു പോയില്ലെങ്കിൽ ഈ മരം ചരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മളും ആ രീതിയിൽ ചരിഞ്ഞു പോയില്ലെങ്കിൽ തല അതിലിടിക്കും. നേരെ പോകുന്നവർക്ക് ശ്രദ്ധിക്കാതെ തലയിൽ നിന്നിടിക്കും. നമ്മൾ ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട്, വന്ന് ഇങ്ങനെ തല ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതൊന്നും ശരിയാണ്. അപ്പം ഞാൻ പിന്നെ അന്ന് തന്നെ വിളിച്ചിട്ട് മെമ്പറിനോട് പറഞ്ഞു, മെമ്പർ ഇങ്ങനെ സ്ഥലത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം മെമ്പറിന് മനസ്സിലായി. അവൻ പറഞ്ഞു, എനിക്കിതുവരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല. അവർ കയറിയിട്ട് ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് കയറുമല്ലോ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല, പരാതി കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാൻ ചെന്നപ്പോൾ ഇപ്പം നിങ്ങളുടെ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ചും ഇനി നിങ്ങൾക്ക് എന്ത് വേണം, എന്താണ് വിപുലീകരിക്കാൻ വേണ്ടത്, ഈ പദ്ധതികൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചോദിക്കാൻ ചെല്ലുകയാണ്. ഇതവരുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്, സ്വതന്ത്രമായിട്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പം ആകെ ഒരു ചെറിയ വഴിയാണ്, അതിൽ ഇങ്ങനൊരു തടസ്സം അപകടകരമായ രീതിയിൽ നിൽക്കുമ്പം അതിൽ എനിക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വേറെ ഒരു ജോലിയുടെ ഭാഗമായിട്ടൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പം നമ്മളൊരു കാര്യമായിട്ട് ചെല്ലുമ്പോൾ അവരൊരു പരാതി പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു, അത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്ന നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പിന്നെ ബാക്കിയെല്ലാം മെമ്പറിൻ്റെ ഇഷ്ടം. ഞാൻ നാളെ പറഞ്ഞില്ല എന്ന് എനിക്കൊരു വിഷമം തോന്നാൻ പാടില്ല, അതൊരു വലിയൊരു പ്രശ്നമായതുകൊണ്ട് ഞാൻ മെമ്പറിനോട്. അപ്പം മെമ്പർ പറഞ്ഞു, മെമ്പറിൻ്റെ മോളൊക്കെ ഞങ്ങൾ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കാം. അപ്പം പറഞ്ഞു, അല്ല സൗമ്യ, അങ്ങനെ പറഞ്ഞ നല്ല കാര്യം, അത് എനിക്കും സഹായമാണ്, ഇനി എന്തെങ്കിലും പറയണമെന്നോ. അപ്പം നമുക്ക് ഓക്കെ. അപ്പം മിക്ക വീടുകളിലും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇലക്ഷന് മുമ്പ് മെമ്പർ കയറി ഇറങ്ങുന്നുണ്ട്, പിന്നീട് ചെല്ലുന്നില്ല എന്നുള്ളൊരു പരാതി വരും. അത് സ്വാഭാവികമാണ്. പിന്നെ ഒരിടത്ത് ചെന്നപ്പോഴത്തേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ബാത്റൂം പോലും അവർക്കില്ല. അപ്പം കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം. വളരെ ശോചനീയമായ എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ. അപ്പോൾ അവർക്ക് ആദ്യം പറഞ്ഞാൽ അവർക്കൊരു ബാത്റൂമാണ്. ഈ ബാത്റൂം പ്രശ്നം പറഞ്ഞാൽ ഒരു 2-3 പേരെങ്കിലും ഉണ്ട് അവർക്ക് ബാത്റൂം സൗകര്യം ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ കുട്ടികൾ പഠിക്കണം, ഞാൻ പെൺകുട്ടികളുണ്ടോ? പറഞ്ഞില്ല, 2 ആൺകുട്ടികളാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലാണ് പോകാറുള്ളത്. അപ്പം ഞാനവർക്ക് ഈ 2026 എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് വീടുകൾ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ. അപ്പം വികസനം ഞാൻ എന്തായാലും ഇതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ എൻ്റെ രീതിയിൽ അയക്കുമെന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. ഞാനത് കറക്റ്റായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ എനിക്ക് സമയം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യട്ടെ. ഭരണം മാറിയാലും ഇതെന്തെങ്കിലും രീതിയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ചോദിച്ചു മെമ്പറിനോട് അപേക്ഷ കൊടുത്തു. അപ്പം വീടിൻ്റെയൊക്കെ പ്രശ്നം ഒത്തിരി പേര് പറയുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ പറഞ്ഞതാണ്, പിന്നീട് ഒന്നും ആയില്ല. ശരിയാണ്, അവരുടെ ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവും അവിടെ ചെന്ന് കഴിയുമ്പോൾ.
പക്ഷേ എന്ത് ചെയ്യാനാണ്, വെള്ളം നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം വെള്ളം നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പുറത്തൊക്കെ തോടുണ്ടെങ്കിലും തോടൊക്കെ ഇങ്ങനെ ഒഴുക്കില്ലാതെ കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെയുള്ള ഒരുപാട് ഏരിയ ഉണ്ട് ഉള്ളിലോട്ട്. വേറെ ഒന്നും വേണ്ട, നിങ്ങൾ വേറെ എനിക്ക് തോന്നിയ ഒറ്റ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേറെ വികസന പ്രവർത്തനങ്ങളൊന്നും കൊടുക്കണ്ട. ഇപ്പം നമ്മൾ നമ്മുടെ അവിടെ ഈ ഭാഗത്തൊരു തോടുണ്ട്, ആ തോട് നന്നായിട്ട് ക്ലിയർ ചെയ്ത് ആ വെള്ളം നന്നായിട്ട് ഒഴുകി പോകാനുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ആളുകളുടെ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പക്ഷേ അതിനുള്ളൊരു പദ്ധതിയും കാര്യങ്ങളുമൊക്കെ, എല്ലാത്തിനും ഫണ്ടാണല്ലോ വേണ്ടത്. ഫണ്ട് കിട്ടാതെ ആർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പം അതൊക്കെ എൻ്റെ ശക്തമായ ഭാഷയിൽ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ വോയിസ് അല്ല, എൻ്റെ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിനോട് വയ്ക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയുക. നല്ല നല്ല കാര്യങ്ങൾ അത് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്നു, ഞാനത് ചെയ്യാം. അപ്പം ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കട്ടെ. ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, എല്ലാം പ്രഹസനമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അതെങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് പാർട്ടിയുടെ ബേസിലാണ് തോന്നുന്നത്. അതെന്ത് വികസന പ്രവർത്തനങ്ങൾ, അതെന്താണ് ഉദ്ദേശിക്കുന്നത് ചോദ്യം പറയൂ. ഞാൻ പറഞ്ഞ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം കുറേ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്, അത് സ്ത്രീയാണ്. ഇപ്പം കുറേ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതികൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അല്ലെങ്കിൽ അതിന് പോരായ്മയുണ്ട്, എന്താണ് അതിൻ്റെ പോരായ്മ, ആ പോരായ്മ എങ്ങനെ പരിഹരിക്കാം, ഇത്രയേ ഉള്ളൂ ചോദ്യം. അത് കാലാനുസൃതമായ മാറ്റം, കാലാനുസൃതമായ എന്ത് മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇത് നമ്മളെ ഏറ്റവും ഇതായിട്ട് എന്ന് വെച്ചാൽ, നമ്മളെ ചെല്ലുന്നവരെ പുച്ഛിക്കുക അല്ലെങ്കിൽ നമ്മളെ തരം താഴ്ത്തി കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ സ്ത്രീയുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അത് തന്നെയാണ് മനസ്സിലായത്. അല്ലെങ്കിൽ പിന്നെ മിക്കവാറും പേര് പറയും, ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഇങ്ങനെ പറയും. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അവർ നമ്മളെ നിങ്ങൾക്ക് എന്തോ കിട്ടും. ഞാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, കിട്ടുമായിരിക്കും, കിട്ടത്തില്ലായിരിക്കാം, ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല, ഞങ്ങളോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു ചെയ്യുന്നു. എനിക്ക് എല്ലാ ഏരിയയും കാണാൻ പറ്റുന്നു, അത് ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്, ഇത്രേ ഉള്ളൂ. കാലാനുസൃതം എന്താണ് പറയാമെന്ന് പറഞ്ഞു. അല്ല, അത് സാധനങ്ങൾക്കെല്ലാം വില കൂടി, അതുകൊണ്ട് വേതനം കൊണ്ടു. അപ്പോൾ ഒരാശാപ്രവർത്തകയാണ്. ഞാൻ പറഞ്ഞു ഇതാണ് കേൾക്കേണ്ടത്, നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായൊരു മറുപടി തന്നാൽ ഞാനത് ആഡ് ചെയ്തു പോകും എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പോകും. തന്നിട്ട് ഇനി അതായത് നമ്മൾ വീട്ടിലൊക്കെ കറങ്ങി അടിച്ച് വരും, അപ്പം നമ്മളും ചോദിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഒരിടത്ത് ഞങ്ങൾ അപ്പോൾ ഒരു ഇടവഴിയാണ്, അപ്പോൾ അങ്ങോട്ട് കയറാമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ബൈക്ക് ഓടിച്ച് ഇങ്ങോട്ട് വരികയാണ്. അപ്പം എൻ്റെ കൂടെയുള്ള കുട്ടി സംസാരിക്കുന്ന ഒരു രീതി പ്രത്യേക രീതിയാണ് കേട്ടോ. ഞാനങ്ങനെ വിശദീകരിച്ചൊന്നും പറയാൻ പോകത്തില്ല. ഞാൻ പറയും, വീട്ടിലോട്ട് നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുള്ളൂ. ഞാൻ പറയും, ഒരഭിപ്രായ സർവേ ആണ്, വീട്ടു നമ്പർ വേണം. അപ്പോൾ ഇല്ലെന്ന് പറയാം, അത് അറിയാത്ത റേഷൻ കാർഡ് എടുത്തുകൊണ്ട് വരാൻ പറയും. ശരിക്കും ഇങ്ങനെയാണ്, നമ്മളല്ലാതെ അതിനെ ഇങ്ങനെ അങ്ങനെയാണെന്ന് വിശദീകരിച്ചൊന്നും പറയത്തൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ അപ്പം നമ്മളുടെ ബുക്കും കാര്യങ്ങളും എന്താണ് ഞാൻ പറഞ്ഞു. അപ്പം ഈ കൊച്ചു പറഞ്ഞാൽ അതൊരു അഭിപ്രായ സർവേ ആണെന്ന് പറഞ്ഞു. എന്താ അഭിപ്രായമാണ് അപ്പോൾ അത് മിണ്ടത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് കാര്യം പദ്ധതികളുമായിട്ടും. അതിന് ഗവൺമെൻറ് എന്ത് പദ്ധതി നടപ്പിലാക്കി, ഏത് പദ്ധതിയുടെ കാര്യം? ഞാൻ പറഞ്ഞു ലൈഫ് എന്നതൊരു പദ്ധതിയല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ കുറേ എന്തോ പറയാൻ തുടങ്ങിയിട്ട് പുള്ളിക്കാരൻ മനസ്സിലായി അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അത്ര ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടാണ് സംസാരിച്ചത്. എന്താ ലൈഫ് ഒരു പദ്ധതിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ പുള്ളി വെച്ചിട്ട് പുള്ളി അങ്ങ് പോയി. പിന്നെ അവരുടെ വീട്ടിലൊക്കെ കയറി. ഞാൻ അപ്പം ചോദിച്ചേ, ഇവിടുന്ന് ഒരാളിപ്പം ബൈക്കിൽ നിന്ന് പോയത് ഈ വീട്ടിലേയാണോ ചോദിച്ചു. അതെന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചിയോട് ചോദിച്ചിട്ട് ആ ചേച്ചിക്കൊന്നും പ്രത്യേകിച്ച് ഈ പാർട്ടി ബേസിൽ ആളുകൾ ഇതിനെ വീക്ഷിക്കുന്നത് കൊണ്ടാണ്. ഒരു പക്ഷേ അവരുടെ ചിന്താഗതി ശരിയായിരിക്കാം, പക്ഷേ നമ്മൾ നല്ലതാണോ മോശമാണെങ്കിലും പറഞ്ഞേക്കുക, ഇങ്ങനെയാണ് ഞാൻ. എന്നാൽ ചിലർ കറക്റ്റായിട്ട് മോശമാണ്, അല്ലെങ്കിൽ ചിലർ നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒന്നും ഭാഗമല്ല, നമ്മുടെ ജസ്റ്റ് ഒരു ജോലി എന്ന് മാത്രമേ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്തത്. ഓക്കെ.